ഹലോ അസ്സലാമു നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ സാധാരണ വറുത്തരച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ബീഫ് കറിയേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അതുപോലെ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാ ബീഫ് കറി ചെയ്യാറെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ ബീഫിൻ്റെ അളവിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസൊക്കെ അളവ് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് പെരിഞ്ജീരകം, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട ഇതൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ഒരു പീസ് ബേ ലീവ്സ് കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഇതൊക്കെ ഒന്നങ്ങ് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ സവാള 2 മീഡിയം സൈസ് സവാള നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ മറ്റേ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഞാൻ നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കി എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. ഇതിൻ്റെ സ്മെല്ലൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതേസമയം നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നു. അതിലേക്ക് ഞാനൊരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ചേർത്താലും മതി. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക പച്ചമുളക്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്താൽ ഈ ഒരു മസാലപ്പൊടി നമുക്ക് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ മസാലപ്പൊടി ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാലും മതി. കാരണം നമ്മൾ ഈ ഒരു സവാള വഴറ്റുന്നതിൻ്റെ ഹറിബറി ടൈമിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ മസാലപ്പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റിൽ തന്നെ അത് ഉണ്ടാക്കി വെച്ചാൽ മതി. നമ്മളിതിൽ മീറ്റ് മസാല, ചിക്കൻ മസാല ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഗരം മസാല പോലും ചേർത്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തോണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ചിക്കൻ കറിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ മട്ടൻ കറിയൊക്കെ ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കെൻ്റെ ഉമ്മാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെയാണ് കൂടുതൽ സമയത്തും ഇറച്ചിക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുക്കുമ്പോൾ ഇതുപോലെ എല്ലുകളൊക്കെ ഉള്ള പീസുള്ളതാണ് നല്ലത് കറിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ. അപ്പം നമുക്ക് എല്ലോട് കൂടിയിട്ടും അതുപോലെ വെറും നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള പീസ് വെക്കുന്നതിനേക്കാളും കറി വെക്കുമ്പോൾ ഇതുപോലുള്ള എല്ലുകളൊക്കെ ഉള്ള പീസ് എടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് ഉപ്പല്ലേ നേരത്തെ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിൽ വരിക. അതിനുശേഷം എയറൊക്കെ പോയിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിപ്പം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് 2-3 വിസിലൊന്ന് വരുത്തിയാലും മതിയാവും. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മുടെ സവാളയൊക്കെ ഒന്ന് അടിഞ്ഞിട്ട് ഗ്രേവി നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ചിട്ട് ഗ്രേവി ചെയ്താൽ മതി. അത് ഒരുപാട് ലൂസാക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് ലൂസാക്കാതെ ഈ ഒരു രീതിക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഫസ്റ്റിൽ തന്നെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തല്ലോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ ഇത് ഓട്ടുപത്തിൽ എന്ന് പറയുമല്ലോ, ടയർ പത്തിൽ എന്നൊക്കെ പറയുന്നത്, ആ ഒരു പത്തിൻ്റെ കൂടെയാണ് നല്ലൊരു കോമ്പിനേഷൻ. അതുപോലെ നൈസ് പത്തിരിക്കും നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. താങ്ക്